Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM SDE തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് അവരുടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ 7 സബ്ജക്ട്സ് കാണാനുണ്ട്. അപ്പോഴാണ് കുട്ടികൾ ചോദിക്കുന്നത് എന്താണ് ബാലൻസ് ഉള്ള 2 സബ്ജക്ട്സ്. സോ പലർക്കും ആ 2 സബ്ജക്ട്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. സോ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഓഡിറ്റ് കോഴ്സസ് തേർഡ് സെമസ്റ്ററിന്റെ കൂടെയാണ് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്ന 2 ഓഡിറ്റ് കോഴ്സാണ് നിങ്ങൾ ഇപ്പോൾ തേർഡ് സെമസ്റ്റർ രജിസ്ട്രേഷന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം MCOM-നെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. MCOM തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആവുക. ഇൻകം ടാക്സ്, ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ഞാൻ ഓൾറെഡി ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പഠിക്കാനുള്ള 3 സബ്ജക്ട്സ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തേർഡ് സെമസ്റ്റർ രജിസ്ട്രേഷന്റെ കൂടെയാണ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നിങ്ങൾക്ക് കോഴ്സിന്റെ ഭാഗമായി വരുന്ന ഓഡിറ്റ് കോഴ്സസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടേ. ഇത് സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അതിന്റെ ഡേറ്റ് വരും. ആ ഡേറ്റിന്റെ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. സോ ഇതെങ്ങനെയാണ് ഈ ഓഡിറ്റ് കോഴ്സ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന ഓഡിറ്റ് കോഴ്സാണ് പ്രസന്റേഷൻ, പബ്ലിക്കേഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ. 3 കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ടോട്ടൽ ടൈം 80 hours, ഒബ്ജക്റ്റീവ്സ് ടു attain necessary skill required for personal and professional success to promote employability of the students pursuing the MCOM program. അപ്പോൾ ബുക്ക് റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു ബുക്ക് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിനെ റിലേറ്റ്, നമ്മുടെ സബ്ജക്റ്റ് ആവരുത്, നമ്മൾ പറയില്ലേ നമ്മൾ ബിസിനസ് സ്റ്റുഡൻസ് ആണ്, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ബുക്ക് നമ്മൾ റിവ്യൂ ചെയ്ത് അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ബുക്ക് റിവ്യൂ ചെയ്യുക, നമ്മളെ എന്തൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകണം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കുട്ടികൾ ഇങ്ങനൊരു സംഭവം കണ്ടിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, നമ്മൾ സാധാരണ റിസർച്ച് ചെയ്യില്ലേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ബുക്ക് എടുക്കണം, അതിനെ റിവ്യൂ ചെയ്യണം, ഡാറ്റ കളക്ഷൻ, എൻ്റെ വെയിറ്റേജ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, ടോട്ടൽ ഇടുന്ന മാർക്സിൻ്റെ കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് എ കോംപ്രിഹെൻഡഡ് റിപ്പോർട്ട്, പേപ്പർ പ്രിപ്പറേഷൻ, അപ്പോൾ എത്ര പേജ് വേണം, ദെൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റ് വന്നിട്ടേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് വന്നിട്ടില്ല, ഇത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ബുക്ക് റിവ്യൂ ചെയ്യേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് സെമസ്റ്റർ 1-ലുള്ള നിങ്ങളുടെ ഓഡിറ്റ് കോഴ്സ്. ഇനി സെമസ്റ്റർ 2-ലുള്ള നിങ്ങളുടെ ഓഡിറ്റ് കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോമ്പിറ്റൻസി കോഴ്സ്, ഇന്നോവേഷൻ, ഓൺടർപ്രണർഷിപ്പ്, ഐഡിയ പിഞ്ചിങ്. നിങ്ങളുടെ ഒരു ഐഡിയ, ഒരു ബിസിനസ്സിലോട്ട് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഐഡിയ ആണ് നിങ്ങളിവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. കാര്യമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ബിസിനസ്സിലോട്ട് ഇപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഒരു ഐഡിയ നമ്മുടെ അടുത്ത് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്, എത്ര പേജസിൽ. ഓക്കെ, സോ ഇതാണ് ടു പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അമംഗ് സ്റ്റുഡൻസ്, ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റീവ് മൈൻഡ് ആൻഡ് ക്രിയേറ്റീവ് ഇൻ ക്യാമ്പസസ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സോ സ്റ്റേജസ്, ഐഡിയ ജനറേഷൻ, ഐഡിയ പ്രസൻറ്റേഷൻ, മെൻറ്ററിങ്, ഐഡിയ പിഞ്ചിങ്. സോ ഇതാണ് നിങ്ങളുടെ മറ്റു, ദെൻ പ്രോട്ടോടൈപ്പ് ജനറേഷൻ, 5 സ്റ്റേജസ്. അപ്പോൾ ഇങ്ങനെ 2 സെമസ്റ്ററുകളിലും ഓരോരോ ഓഡിറ്റ് കോഴ്സസ്, അങ്ങനെ 2 ഓഡിറ്റ് കോഴ്സസ് നിങ്ങൾ
തേർഡ് സെമസ്റ്ററിലാണ് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇതാണ് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് 3 കോർ പേപ്പേഴ്സ് വരുന്നുണ്ട്, തേർഡ് സെമസ്റ്ററിൽ 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് വരുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്, ദെൻ ഈ 2 ഓഡിറ്റ് കോഴ്സസ് അങ്ങനെ ടോട്ടല് 7 എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ്റെ സമയത്ത്. ഓക്കെ, 3 കോർ കോഴ്സസ്, ദെൻ 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ്, ഫിനാൻസ് ആണെങ്കിൽ അത്, മാർക്കറ്റിംഗ് ആണെങ്കിൽ അത്, ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ 2 ഓഡിറ്റ് കോഴ്സസ്. ഓക്കെ, പാർട്ട് ഓഫ് ദി കോഴ്സ് ആണത്. സോ ഇതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദെൻ നമ്മളിപ്പോൾ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് ആണ് MCOM തേർഡ് സെമസ്റ്ററിൽ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.